പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു നല്ല ദിവസം അച്ഛൻ ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ വചനഭാഗം ഇതിൻ്റെ വ്യാഖ്യാനം കേട്ടിട്ട് നീ ധ്യാനിക്കണം. അപ്പോൾ മറ്റു മക്കൾ പങ്കുവെക്കണം. പ്രത്യേകിച്ച് അച്ഛന് ഇന്ന് പങ്കുവയ്ക്കുന്നത് ലോകത്തിൻ്റെ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാകണമെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുകയും ചെയ്യും, മറ്റു മക്കളെ പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. സഭാപ്രസംഗം 2-ാം അധ്യായം 9-ാം വാക്യത്തിലൊക്കെ പങ്കുവയ്ക്കുന്നൊരു കാര്യമുണ്ട്. സോളമൻ എല്ലാ തരത്തിലും വലിയ അനുഗ്രഹം പ്രാപിച്ച വ്യക്തിയാണ്. സോളമൻ രാജാവ് തന്നെ പറയുന്നുണ്ട്, ലോകത്തിൻ്റെതായ എല്ലാ തരത്തിലും ഞാനിങ്ങനെ ജീവിതം ആസ്വദിച്ചു. എന്നിട്ട് അവസാനം എന്തു പറ്റിയെന്നും വലിയൊരു ബോധ്യത്തിലേക്ക് സോളമൻ കടക്കുന്ന അവസ്ഥയാണ് നാം ഇന്ന് കാണുന്നത്. സോളമൻ ഉപയോഗിക്കുന്ന വാക്കുണ്ട്, കാറ്റിൻ്റെ പിറകെ പോയിട്ട് എന്ത് കാര്യം. പ്രിയമുള്ളവരെ, സഭാപ്രസംഗം 2:9 പറയുന്നു, ജെറൂസലേമിലെ എൻ്റെ മുൻഗാമികളെക്കാൾ ഞാൻ ഉന്നതനും മഹാനുമായി തീർന്നു, അപ്പോഴും ഞാൻ ജ്ഞാനത്തിൽ നിന്നും അകന്നു പോയില്ല. അപ്പോൾ സോളമൻ തന്നെ സമ്മതിക്കുന്നുണ്ട്, അതായത് ഏറ്റവും ജ്ഞാനിയായ വ്യക്തിയാണ് ഞാൻ. എനിക്ക് എന്തൊക്കെ ആഗ്രഹിച്ചോ അതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മുൻഗാമികളെക്കാൾ എല്ലാം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിനപ്പുറമായിട്ടും സോളമൻ പറയുന്നത് എന്താണെന്നറിയാമോ, ഇത് എൻ്റെ കഴിവാണ്, കഴിവ് കൊണ്ട് നേടിയതാണെന്ന്. 10-ാം വാക്യം നോക്കി, സഭാപ്രസംഗം 2:10, എൻ്റെ നയനങ്ങൾ അഭിലഷിച്ചതൊന്നും ഞാൻ അവർക്ക് നിഷേധിച്ചില്ല. എൻ്റെ അർത്ഥമാക്കുന്നത്, ഞാൻ എന്താഗ്രഹിച്ചോ എന്ത് സ്വപ്നം കണ്ടോ അത് ഞാൻ ചെയ്തു എന്നാണ് പറയുന്നത്. വീണ്ടും സോളമൻ പറയുക, ഞാൻ അനുഭവിക്കാത്ത സുഖങ്ങളില്ല, എൻ്റെ പ്രയത്നങ്ങളിലെല്ലാം എൻ്റെ ഹൃദയം സന്തോഷിച്ചു. അപ്പോൾ ഞാൻ എല്ലാത്തരം സന്തോഷം അനുഭവിച്ചു, എല്ലാത്തരവും. അത് എൻ്റെ കഴിവാണെന്ന് പറയുക. ഇതെൻ്റെ അധ്വാനത്തിന് ലഭിച്ച പ്രതിഫലം തന്നെയായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു സമയത്ത് സോളമൻ്റെ ചിന്താധാര നോക്കി, ജീവിതം എല്ലാ അർത്ഥത്തിലും സോളമൻ ആസ്വദിച്ചതിൻ്റെ അവകാശമെന്ന് സോളമൻ പറയുന്നുണ്ട്. എന്നാൽ 11-ാം വാക്യത്തിലാണ് സോളമൻ്റെ ബോധ്യം വരുന്നത്, പുതിയ ഉൾക്കാഴ്ച വരുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയവയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും ഞാൻ നിരൂപണം ചെയ്തു. എല്ലാം മിഥ്യയും പാഴ്വേലയായിരുന്നു, സൂര്യന് കീഴെ ഒരു നേട്ടമില്ലെന്ന് എനിക്ക് ബോധ്യമായി. അതാണ് സോളമന് കിട്ടിയത്. സോളമൻ എന്താ പറഞ്ഞത്? എല്ലാ തരത്തിലും ഞാൻ അനുഭവിച്ചെങ്കിൽ അവസാന കാലഘട്ടത്തിൽ സോളമന് കിട്ടിയ ബോധ്യമുണ്ട്, അതെല്ലാം പാഴ്വേലയായിരുന്നു. അതൊക്കെ മനസ്സിലായി. സോളമൻ മഹത്വത്തിനും ജ്ഞാനത്തിനും വേണ്ടിയുള്ള പരിശ്രമത്തെ വിവരിക്കുന്നു, ഒടുവിൽ എല്ലാം നേടുന്നു. എന്നിട്ടും ആത്യന്തികമായി ഒരു ശൂന്യത സോളമൻ അനുഭവിക്കുന്നു. ആണ് സോളമൻ പറയുന്നു, കാറ്റിന് പിന്നാലെയുള്ള ഒരു പരിശ്രമമായിരുന്നു എന്ന് സോളമൻ ചിന്തിക്കുന്നു. ഈ സോളമൻ്റെ ഒരു മനോഭാവം നമുക്ക് സ്വന്തമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സോളമനെ പോലെ അവൻ അവകാശപ്പെട്ട് പറയുന്നു, എന്തിനോ വേണ്ടി, ലോകത്തിന് വേണ്ടി സുഖസൗകര്യമൊക്കെ ഓടുമ്പോൾ സോളമൻ പറയുന്ന കാര്യമുണ്ട്, ഞാൻ കാറ്റ് പിന്നാലെ പോകുന്ന പോലെ പോയിരുന്നു എന്ന്. എങ്കിൽ പ്രിയമുള്ളവരെ, ആ ഒരു യാത്രയല്ല നാം നടത്തേണ്ടത്. ഇതുപോലെ ജീവിച്ച വിശുദ്ധ അഗസ്തീനോസ്, അവസാനം അഗസ്തീനോസ് പറഞ്ഞ എന്താ? കർത്താവേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ അഭയം തേടുന്നവരെ എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഈ 2 വ്യക്തികളും പറയുന്നത് എന്താ? ലോകം ആത്യന്തികമായ സന്തോഷം നൽകുന്നില്ല, ഇതെല്ലാം വെറും ക്ഷണികമാണ്. എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവായ ദൈവമേ, സോളമനെ പോലെ, വിശുദ്ധ അഗസ്തീനോസിനെ പോലെ ലോക സുഖങ്ങൾ ആഗ്രഹിക്കുവാനും ലോകത്തെ നേട്ടങ്ങൾ ആഗ്രഹിക്കുവാനും ഞങ്ങൾ പരിശ്രമിക്കുന്നു. എന്നാൽ ജീവിതത്തിൻ്റെ മധ്യാഹ്നത്തിൽ ഈ 2 പേർക്കും മനസ്സിലായി, വൃഥാവിലാണ്, കാറ്റിന് പിറകെ പോകുന്നവനെ പോലെയാണ്. ആത്യന്തികമായ സന്തോഷം ദൈവം തരുന്നതാണെന്നും ദൈവത്തിൽ വലയം പ്രാപിക്കുന്നവരെ
എൻ്റെ ഹൃദയം അസ്വസ്ഥമാണെന്ന് പറഞ്ഞ അഗസ്തീൻ. എങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൽ ചേരുന്നതാണ് യഥാർത്ഥ സന്തോഷം. ലോകം തരുന്ന സന്തോഷം യഥാർത്ഥ സന്തോഷമല്ല, അത് മിഥ്യയാണെന്ന ബോധ്യത്തോടെ ജീവിക്കുവാൻ ദൈവമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കന്യാമറിയമേ, ഞങ്ങൾക്ക് മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. മറക്കരുത്, കാറ്റിൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. മിഥ്യയായ ലോകത്ത് എല്ലാം നേടുന്നത് വെള്ളത്തിൽ വരച്ച വര പോലെയായിരിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.